ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫെസ്യ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതി പിന്തുടർന്നു, ആകാശത്തിലെ അധികാരത്തിനും അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് പോന്നു. അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് പോന്നു. അതായത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, ഒരു മനുഷ്യന് എനിക്ക്, എൻ്റേത്, എനിക്ക്, അതായത് അവനവൻ്റെ കാര്യം മാത്രമാണെങ്കിൽ അത് മറ്റൊരാത്മാവാണ്. അത് വിശ്വാസിയാണെന്നും പറഞ്ഞ് അത് പരിശുദ്ധാത്മാവല്ല. അത് നമുക്ക് വളരെ പെട്ടെന്ന് പരിശുദ്ധാത്മാവല്ലെന്ന് മനസ്സിലാകുന്ന ഒരാത്മാവാണ്. എപ്പോഴും അവനവൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. എൻ്റെ ക്ഷീണം, എൻ്റെ പ്രയാസം, എൻ്റെ സങ്കടം, എൻ്റെ രോഗം, എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ അധ്വാനം, എൻ്റെ കഷ്ടത, എൻ്റെ ഭാവി. ചിലർ പറയും എന്നോട് വർത്തമാനം പറയുന്നില്ല, എന്നോടില്ല, എന്നോട് ലോക്യമല്ല. ഇതെല്ലാം ഈ വിശ്വാസികളുടെ ഇടയ്ക്കുള്ള, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയ്ക്കുള്ള ഈ അവനവൻ്റെ കാര്യം മാത്രമാണ്. ഈ അവനവൻ്റെ കാര്യം മാത്രമായിട്ട് പറയുന്നത് എവിടുന്ന് വന്നെന്ന് നമുക്കൊന്ന് നോക്കാം. അത് യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയാണ്. അരുണോദയത്തിൻ്റെ പുത്ര, പ്രഭാത നക്ഷത്രമേ, നീ ആകാശത്തുനിന്ന് വീണുപോയതെങ്ങനെ? രാഷ്ട്രങ്ങളെ താത്തിക്കളഞ്ഞവനെ, നീ വെട്ടേറ്റ് ഭൂമിയിൽ വീണുപോയതെങ്ങനെ? ഞാൻ സ്വർഗത്തിൽ കയറും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മേൽ ഉന്നതത്തിൽ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കും. ഉത്തരദിക്കിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. മേഘങ്ങൾക്കു മീതെ ഞാൻ കയറും, എന്നെ തന്നെ ഞാൻ അത്യുന്നതിന് തുല്യനാക്കും എന്നാണല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഞാൻ സ്വർഗത്തിൽ കയറുന്നിടത്ത് ഒരു ഞാൻ, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കു മീതെ ഉന്നതത്തിൽ ഞാൻ എൻ്റെ സിംഹാസനം വെക്കും 2, ഉത്തരദിക്കിൽ സമാഗമന പർവ്വതത്തിനു മേൽ ഞാൻ ഇരുന്നരുളും 3, മേഘോന്നതങ്ങൾക്ക് മീതെ ഞാൻ കയറും 4, എന്നെ തന്നെ 5, ഞാൻ അത്യുന്നതിന് തുല്യനാക്കും 6. ഇങ്ങനെ 6 പ്രാവശ്യം ഇവൻ ഹൃദയത്തിൽ പറഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ വചനം എഴുതിയേക്കുന്നത്. ഹൃദയത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമല്ല. ബൈബിൾ ഹൃദയമെന്ന് പറയുന്നതെല്ലാം മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സാണ്. വേണമെങ്കിൽ ആത്മാവെന്ന് പറയാം, പക്ഷേ കൂടുതലും മനസ്സിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇനി ദൂതന്മാരെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ആത്മാവ് തന്നെയാണ്. അപ്പോൾ അവനത് വെളിയിൽ പറഞ്ഞില്ല. അവൻ വെളിയിൽ പറയാതെ അവൻ ഹൃദയത്തിനകത്ത് ചിന്തിച്ചു, ഞാൻ സ്വർഗത്തിൽ കയറും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മേൽ ഉന്നതത്തിൽ ഞാൻ എൻ്റെ സിംഹാസനം. അതിങ്ങോട്ട് വരുമ്പോൾ 6 പ്രാവശ്യം ഞാനാണ്. ഇവനാണ് ഈ അനുസരണക്കേടിൻ്റെ ആത്മാവിനും അധിപതിയായവൻ. അനുസരണക്കേടിൻ്റെ ആത്മാവിൻ്റെ അധിപതി എന്ന് പറയുന്ന ഇവനാണ്. ഈ ആത്മാവ്, ഈ അധിപതിയുടെ കീഴിലുള്ള ഈ ആത്മാവ് ഒരാളുടെ ഉള്ളിൽ വന്ന് കയറിയാൽ അയാൾക്ക് എപ്പോഴും ഞാൻ എൻ്റെ എനിക്ക് ഇത് മാത്രമേ കാണുള്ളൂ. സംസാരം മുഴുവൻ നെടുനീളം അത് തന്നെ ആയിരിക്കും. ഇനി അങ്ങനെ ഞാൻ ഈ എൻ്റേത് എനിക്ക് ഒക്കെ വന്നു കയറിയാൽ എന്ത് സംഭവിക്കുമെന്ന് എസെക്കിയേൽ 28:17 പറയുന്നു. 28:17 പറയുന്നു, നിൻ്റെ സൗന്ദര്യം നിമിത്തം നിൻ്റെ ഹൃദയം നിഗളിച്ചു, നിൻ്റെ തേജസ് നിമിത്തം നിൻ്റെ ജ്ഞാനത്തെ നീ ദുഷിപ്പിച്ചു, തന്മൂലം ഞാൻ നിന്നെ ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു, രാജാക്കന്മാരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഒരു പ്രദർശന വസ്തുവാക്കി തീർത്തു. ഇവിടെ പറയുന്നത് ഹൃദയം നിഗളിച്ചു എന്നെഴുതിയേക്കുന്നത്. അതായത് ഈ ആത്മാവ് വന്ന് കയറുമ്പോൾ എൻ്റേത് എനിക്കോ ഞാനെന്ന് പറഞ്ഞ് ഹൃദയത്തിലൊരു നിഗളം വന്നു കയറുന്നു. അത് ചില ബൈബിളിൽ എഴുതിയേക്കുന്നത് ഈ നിഗളം വഷളാകുമെന്ന് എഴുതിയേക്കുന്നത്. വഷളായിക്കഴിഞ്ഞാൽ അതിക്രമങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതിക്രമങ്ങളുടെ ബാഹുല്യം നിമിത്തം നീതികേടുണ്ടാകും, വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുമെന്ന് എഴുതി.
പുതിയ നിയമ കാലഘട്ടത്തിൽ വിശുദ്ധ മന്ദിരം രക്ഷിക്കപ്പെട്ടവൻ്റെ ശരീരമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിഗളം വന്നു കയറുമ്പം വഷളാകും, അതിക്രമങ്ങളാകും. അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രമമല്ലാത്തത്. അത് അവസാനം വർദ്ധിക്കും. വർദ്ധിച്ചു കഴിയുമ്പോൾ നീതികേടാവും. നീതികേട് കണ്ടമാനമായി കഴിയുമ്പം വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കും. അങ്ങനെയാണ് പറയുന്നത്. ഈ 6 പ്രാവശ്യം ഹൃദയത്തിൽ ദൈവത്തോട് മത്സരിച്ചവനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നത് അങ്ങനെ 666 അവൻ്റെ സംഖ്യയായി. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കണം, ഈ കൂടുതൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തികൾ, എനിക്ക് എൻ്റേത് എനിക്ക് എൻ്റെ കാര്യം എന്ന് മാത്രം പറയുന്ന വ്യക്തികൾക്ക് കുറച്ച് കഴിയുമ്പം അവർക്ക് ദൈവം കൊടുത്ത നന്മകൾ അവർക്ക് കാണാൻ കഴിയാതെ വരും. അതിനെയാണ് നിഗളമെന്ന് പറയുന്നത്. ദൈവം കൊടുത്ത നന്മകൾ, ദൈവം വിടുവിക്കലുകൾ ഒന്നും അവർക്ക് കാണാൻ പറ്റിയല്ല. അപ്പോൾ അതിനെ നിഗളം എന്ന് പറഞ്ഞിട്ട് ഈ നിഗളം കുറച്ചങ്ങോട്ടായി കഴിയുമ്പോഴത്തേന് അവർക്ക് തോന്നും ഞാനാണ് എല്ലാം. പിന്നെ അവർ ദൈവത്തിൻ്റെ നിയമങ്ങളെല്ലാം അവർ തെറ്റിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് വചനം പറയുന്നു, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഇതാണ് ഓർഡർ. പിതാവ്, പുത്രൻ, പുരുഷൻ, സ്ത്രീയ, ഇങ്ങനെ വരും. അപ്പോൾ ഈ നിഗളം വന്നു കയറുന്ന ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോടുള്ള അനുസരണം അഹങ്കാരമായിട്ട് മാറും. നിഗളം കയറി കഴിയുമ്പോൾ ഇത് കാണാൻ പറ്റാതെ വരും. പിന്നെ ഞാൻ ആണ് വലിയ ആൾ, ഇയാളങ്ങ് ഒന്നും അല്ല എന്നുള്ളൊരു ഭാവത്തിലേക്ക് പോകും. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വഷളാകും. വഷളായി കഴിഞ്ഞിട്ട് അതിക്രമങ്ങൾ കൂടും. എന്ന് പറഞ്ഞാൽ ക്രമമല്ലാത്തത് കൂടും. ക്രമമല്ലാത്തത് കൂടിക്കഴിയുമ്പം അത് നീതികേടാകും. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി കിട്ടിയ നീതി അതിനകത്ത് നിന്ന് തള്ളിക്കളയും. ഒരിക്കലും ദൈവം അക്രമികളെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ നല്ല 1% ശുശ്രൂഷകരുടെ ഭാര്യമാരും പെശക. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ സമാധാനം വേണമല്ലോ എന്നോർത്ത് അവരങ്ങ് അലമ്പില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ വിശുദ്ധ മന്ദിരം എന്ന ശരീരം അശുദ്ധമാകും. എന്നിട്ട് എഫേസ്യ ലേഖനം പറയുന്നത്, അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു പോന്നു എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് വ്യാപരിക്കുന്നത് കൊണ്ടാണ് ഈ അനുസരണക്കേട് വ്യാപരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവ് വ്യാപരിക്കുന്നത് കൊണ്ടാണ് ഈ അനുസരണക്കേട് വ്യാപരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച 3:6 ഇങ്ങനെ വായിക്കുന്നു, ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം തേടാൻ അഭികാമ്യവും എന്ന് കണ്ട സ്ത്രീ അത് പറിച്ചു തിന്നു. തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്ത് അയാളും തിന്നു. അപ്പോൾ തിന്നാൻ നല്ലതാണെന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായി, കാണാൻ ഭംഗിയുണ്ടെന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായി, ജ്ഞാനം നേടാൻ അഭികാമ്യമാണ് എന്നും മനസ്സിലായി. ഇത് നാളത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവർക്ക് എങ്ങനെയായത് തിന്നാൻ നല്ലതാണെന്ന് മനസ്സിലായത്? ഇതിനു മുമ്പ് തിന്നിട്ടില്ലല്ലോ. കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേണേൽ നമുക്ക് മനസ്സിലാക്കാം, കാഴ്ചയിൽ അത് കണ്ടു കുഴപ്പമില്ല എന്ന് തോന്നി. പക്ഷെ തിന്നാൻ ഭംഗിയുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ജ്ഞാനം നേടാൻ അഭികാമ്യമാണെന്ന് എങ്ങനെ മനസ്സിലായി? രസമതല്ല, ഇതൊക്കെ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്നാ കാണിച്ചു? അവർ പറിച്ചു തിന്നു, തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു, അയാളും തിന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഭർത്താവ് ഇത് എന്നതാണെന്ന് ചോദിച്ചു പോലുമില്ല, പറിച്ചു കൊടുത്തു, തിന്നു. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ സത്യത്തിൽ നിഗളം വന്ന് കയറുക, സത്യത്തിൽ ക്രമം തെറ്റുക. അങ്ങനെയാണെങ്കിൽ മിക്ക ജീവിതങ്ങളിലും ഈ ക്രമം തെറ്റിക്കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ നിഗളത്തിൻ്റെ ആത്മാവ് വന്ന് കയറി കഴിയുമ്പോൾ ക്രമം തെറ്റും. ക്രമം തെറ്റിക്കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം പോകും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ,
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ക്രമം തെറ്റിക്കിടക്കുന്നെങ്കിൽ അതെന്നെയും കേൾവിക്കാരുടെയും ജീവിതത്തിൽ അത് കറക്റ്റ് ചെയ്യുവാൻ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.